ഹായ്, എൻ്റെ പേര് സ്മിത. ഞാൻ കാലിക്കറ്റിൽ നിന്ന് വരുന്നു. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ നൂഡിൽസ് പായസമാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വെജിറ്റബിൾസ് ഉപയോഗിച്ച് നൂഡിൽസ് തയ്യാറാക്കിയതാണ് ഇത്. ക്യാരറ്റ്, പച്ചപ്പപ്പായ, മത്തൻ, കടച്ചക്ക, ചുരക്ക ഇതുപയോഗിച്ചാണ് നൂഡിൽസ് തയ്യാറാക്കുന്നത്. പായസത്തിന് വേണ്ട സാധനങ്ങളാണ് നാളികേരപ്പാൽ, കുറച്ച് ചിയ സീഡ്സ്, ശർക്കരപ്പാനി, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കാപ്പൊടി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വേണം. ഫ്രൂട്ട്സ് നെയ്യിൽ വഴറ്റി ചേർക്കുന്നുണ്ട്. കദളിപ്പഴം, മാമ്പഴം, കൈതച്ചക്ക ഇത് നെയ്യിൽ വഴറ്റിയിട്ട് പായസത്തിലേക്ക് ചേർക്കണം. നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നൂഡിൽസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് രണ്ടാം പാൽ ചേർക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ചേർക്കുകയാണ്. മാമ്പഴവും കദളിപ്പഴവും വഴറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈതച്ചക്ക വഴറ്റണം. കുറച്ച് പാല് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കണം പായസത്തിൽ. വഴറ്റി വെച്ച കൈതച്ചക്ക ഇതിലേക്ക് ചേർക്കുന്നു. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. വെജിറ്റബിൾ നൂഡിൽസ്. നൂഡിൽസ് ആണോ? ആ നൂഡിൽസ് ആണ് ഇത്. നൂഡിൽസ് നമ്മൾ പാക്കറ്റിൽ വാങ്ങണം? അല്ല, ഞാൻ ചെയ്തതാണ്. ഈ ഇതെല്ലാം കൂടി നൂഡിൽസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ നടക്കുന്നത്. പക്ഷെ നല്ല ഒരു ക്യൂട്ട് പരിപാടിയാണ് അല്ലേ? അതിനുശേഷം കൈതച്ചക്കയും കദളിപ്പഴവും മാമ്പഴവും കൂടി ഇതിനകത്ത് വഴറ്റി ഫൈനൽ ടേസ്റ്റ് വരുമ്പോൾ കറക്റ്റ് അറിയാം. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. പായസം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടണം. ചിയ സീഡ് ചേർക്കുന്നുണ്ട് ഇതിൽ. വെജിറ്റബിളിനെ കൊണ്ട് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് നൂഡിൽസും എല്ലാം കൂടി ചേർന്ന ഒരു പായസമാണ്. വെജിറ്റബിൾ വെച്ച് നൂഡിൽസ് ഉണ്ടാക്കി. വെജിറ്റബിൾ ഈ സാധനം കൊണ്ടൊക്കെ പച്ചപ്പപ്പായ, ക്യാരറ്റ്, കടച്ചക്ക, ചുരക്ക, ഇത് മത്തൻ ഇതുകൊണ്ട് നൂഡിൽസ് തയ്യാറാക്കി. അതിന് ശേഷം മറ്റേ ഇതെല്ലാം കൂടി വഴറ്റി ചേർത്ത് ചെയ്ത് കഴിഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞു. ഫ്രൂട്ട്സ് വഴറ്റി, പൈനാപ്പിളും അതും വഴറ്റി, കദളിപ്പഴം. ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിലും ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ. ചെറിയൊരു ക്വാണ്ടിറ്റി കുറച്ച്. അതെ, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്.